ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവെഞ്ച് ലവ് എന്ന സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എന്തെങ്കിലും ഷീഷുവും ചെങ്ങും ഇൻറ്റിമേറ്റ് ആവാനായിട്ട് പോകുന്നതും കാണിച്ചായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവർ ഇൻറ്റിമേറ്റ് ആവുന്നതാണ് കാണിക്കുന്നത്. ഇൻറ്റിമേറ്റ് ആവാൻ തുടങ്ങുന്ന ടൈമിന് ഷീഷു അങ്ങനെ ടെൻഷൻ ആവാതിരിക്കാനായിട്ട് ചെങ്ങ് അവൻ്റെ കണ്ണ് ഒരു തുണി കൊണ്ട് മൂടുന്നുണ്ട്. ഷീഷു എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് നിനക്ക് ടെൻഷൻ ആവാതിരിക്കാനാണെന്നും പറയുന്നുണ്ട്. ബിക്കോസ് അത് ഷീഷുവിൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. ഇൻറ്റിമേറ്റ് ആവുന്ന ടൈമിന് ചെങ്ങാണെങ്കിൽ ഷീഷുവിൻ്റെ അടുത്ത് എന്നെ ഹബ്ബിന്ന് വിളിക്കാനൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഷീഷു ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ ഷീഷോങ്ങാണെങ്കിൽ ഉറക്കം എഴുന്നേൽക്കുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവനെ ചെന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ഷീഷു അങ്ങനെ അനങ്ങാൻ പോലും പറ്റുന്നില്ല, നല്ല വേദന ഉണ്ടായിരുന്നു. എന്നാൽ അവനാണെങ്കിൽ അത് പുറത്ത് കാണിക്കുന്നില്ല. ചെങ്ങാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഷീഷു അങ്ങ് വേണ്ടാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ചെങ്ങ് ഇറങ്ങി കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പാത്രത്തിൽ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഷീഷോങ്ങാണെങ്കിൽ അയ്യോ അമ്മയെ വേദനിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ നടന്നു വരുന്നുണ്ട്. ചെങ്ങിനത് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ പതുക്കെ വരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഷീഷു അങ്ങ് തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ കാണിച്ചുകൊണ്ട് സ്പീഡിന് നടന്നു വന്ന് കസേര ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പറ്റുന്നില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ ഇരിക്കുന്നുണ്ട്. അവന് മാത്രമേ അറിയാവൂ അവൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. അങ്ങനെ അവൻ അതിനുശേഷം ഫുഡിലേക്ക് നോക്കുമ്പോൾ ഒന്നും രണ്ട് ഫുഡൊന്നും അല്ല, ചെങ്ങാണെങ്കിൽ കുറേ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചെങ്ങ അതൊക്കെ എടുത്തു കൊടുത്തിട്ട് ഷീഷോങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ ആണെങ്കിൽ നല്ലതുപോലെ ഫുഡ് കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ 2-3 തവണ ചെയ്യുമ്പോഴേ നീ അങ്ങ് ടയേർഡായി പോകും. അതുപോലെ തന്നെ ഇന്ന് രാത്രി എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് തന്നെ ഷീഷോങ്ങാണെങ്കിൽ ഇന്ന് രാത്രി വീണ്ടും ഇൻറ്റിമേറ്റ് ആവാൻ പോകുന്ന കാര്യം പറയുന്നതായിരിക്കും എന്ന് എഴുതിയിട്ട് ചെങ്ങിൻ്റെ അടുത്ത് ഞാനാണെങ്കിൽ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്, അമ്മേനെ വിളിച്ചിട്ട് അമ്മേനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ഞാൻ ഇന്ന് രാത്രി അവിടെയാണ് നിൽക്കുന്നത്, ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചെങ്ങിന് മനസ്സിലാവുന്നുണ്ട് ഷീഷു അങ്ങ് മനഃപൂർവ്വം എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നതാണെന്നും എന്ത് കാരണം കൊണ്ടാണ് അവൻ എസ്കേപ്പ് ആവുന്നതെന്നും. അതിനുശേഷം ഷീഷു അങ്ങ് കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അവനാണെങ്കിൽ ജിയാങ്ങിനെ കോൾ ചെയ്യുന്നുണ്ട്, നടക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ ജിയാങ് കോൾ എടുക്കുന്നേ ഇല്ല. അങ്ങനെ ഷീഷു അങ്ങ് ജിയാങ്ങിനെ കാണാനായിട്ട് അവൻ്റെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ചെല്ലുന്ന ടൈമിന് അവിടെ വർക്ക് ചെയ്യുന്ന പയ്യൻ പറയുന്നത്, ജിയാങ്ങാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസമായി, ഞാൻ പക്ഷേ ഇന്നലെ ആണെങ്കിൽ വന്ന് നോക്കിയ ടൈമിന് രാത്രി ഒരു 2 മണി ആയിട്ടുണ്ടാകും. ഒരുത്തനാണെങ്കിൽ എന്തോ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മറങ്ങി വന്ന് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കള്ളനാണെന്നാണ് വിചാരിച്ചത്. എന്നാൽ ചെന്ന് നോക്കിയപ്പോൾ അത് ജിയാങ് ആയിരുന്നു. അവൻ എന്തിനാണ് ഒളിച്ചു വന്ന് നിന്നതെന്നും എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷീഷു അങ്ങ് പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ വീട്ടിൽ പോയപ്പോഴും അവൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് കുറച്ച് ദിവസമായെന്നാണ് പറഞ്ഞത്, ഇവനിത് എവിടെ പോയി ഇരിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേസമയം ജിയാങ്ങിനെ കാണിക്കുമ്പോൾ അവനവിടെ ചെങ്ങുവിൻ്റെ കൂടെ ചെങ്ങുവിൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. ചെങ്ങു ആണെങ്കിൽ ഇവന് കഴിക്കാനൊരു കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയം ജിയാങ് നിനക്കിതെല്ലാം ചെയ്യാൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അറിയാം, ഇന്നലെ രാത്രി നീ കഴിച്ച സ്നാക്സും ഞാൻ ഉണ്ടാക്കിയതാണ്. എൻ്റെ പാരൻസിനാണെങ്കിൽ ഒരു പെൺകുട്ടീനെ വേണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ കിട്ടിയത് എന്നെയായിരുന്നു. ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുട്ടികളെയും കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ എന്നെ ഒരു പെൺകൊച്ചിനെ വളർത്തും പോലെയായിരുന്നു വളർത്തിയത്. അതായത് കുക്കിംഗ് പഠിപ്പിച്ചു, പാട്ട് പഠിപ്പിച്ചു, ഡാൻസ് പഠിപ്പിച്ചു, അതുകൊണ്ട് തന്നെ ഇതെല്ലാം എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയാങ് അപ്പം നീ ഒരു പെൺകൊച്ചിനെ പോലെയാണല്ലേ എന്നിങ്ങനെ പറയുന്ന ടൈമിൽ ചെങ്ങിയാണെങ്കിൽ എനിക്കൊരു ആൺകൊച്ചിനെ പോലെയും പെരുമാറാൻ പറ്റുമെന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജിയാങ് നിനക്ക് ദേഷ്യം വരുമ്പോൾ എന്തായാലും നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ചെങ്ങിയും ആ സമയം പറയുന്നുണ്ട്, എൻ്റെ ഒരു എക്സ് ബോയ് ഫ്രണ്ടിന് പോലും എൻ്റെ കുക്കിംഗ് ഇതുവരെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ എൻ്റെ എല്ലാ കുക്കിങ്ങും എൻ്റെ മിക്ക ഫുഡും ചെങ്ങ് കഴിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ചെങ്ങാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നും എന്നെ അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ജിയാങ്ങൊന്നും ഞെട്ടുന്നുണ്ട്. കാരണം ചെങ്ങിൻ്റെ കണ്ണിപ്പോഴാതെ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട്, ചെങ്ങ് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ഉള്ള കാര്യം അവൻ്റെ അടുത്ത് പറയരുതെന്ന്. പിന്നീട് കാണിക്കുന്നത് ജിയാങ്ങാണെങ്കിൽ രാത്രി 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കള്ളനെ പോലെ തൻ്റെ ഹോസ്പിറ്റലിലേക്ക് വരുമെന്ന് നമ്മുടെ ഷീഷുവാങ്ങിൻ്റെ അടുത്ത് അവിടെ വർക്ക് ചെയ്യുന്ന പയ്യൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഷീഷുവാങ് ഇപ്പോൾ രാത്രിയായിട്ടും ഉറങ്ങാതെ ജിയാങ്ങിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒത്തിരി നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ലാസ്റ്റ് അവനെ കൊണ്ട് പറ്റൂലെന്നാകുമ്പോഴത്തേക്കും അവനാണെങ്കിൽ സ്വയം പറയുന്നുണ്ട്, ജിയാങ്ങെ അടുത്ത തവണ വരുമ്പോൾ ഇത്തിരി നേരത്തെ വരണം, എന്നെക്കൊണ്ട് ഇനി ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവ അകത്ത റൂമിൽ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആ ടൈമിലാണ് ജിയാങ് അങ്ങോട്ടേക്ക് വീണ്ടും ഒളിച്ചും പാത്തും കയറി വരുന്നത്. ജിയാങ് മാത്രമല്ല കൂടെ ചെങ്ങിയും ഉണ്ട്. ജിയാങ് പറയുന്നുണ്ട് മിണ്ടരുത്, പതുക്കെ കയറി വരണമെന്ന്. ആ സമയം ചെങ്ങി ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഹോസ്പിറ്റലല്ലേ, നീ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചും പാത്തും വരുന്നതെന്ന്. ചെങ്ങിയുവിന് കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഇവൻ പറയുന്നുണ്ട്, എന്നെ എങ്ങാനും ഷീഷോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ചെങ്ങും എന്നെ കാണും, അവർ രണ്ടുപേരും ഇതുവരെയായിട്ട് ഇൻറ്റിമേറ്റ് ആയതുകൊണ്ട് തന്നെ അവൻ എന്നെ തീർത്ത് കളയും എന്നൊരു രീതിയിൽ അവൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം അവനാണെങ്കിൽ അവൻ്റെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ വർക്കും കാര്യങ്ങളും ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇങ്ങുവിൻ്റെ അടുത്ത് ശബ്ദം ഉണ്ടാക്കുന്നത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇങ്ങുവാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ടെങ്കിലും ജിയാങ്ങിൻ്റെ കസേരയിലേക്ക് ഇരിക്കാനായിട്ട് പോകുന്ന ടൈമിന് കാല് സൈഡിൽ കൊണ്ട് ഇടിക്കുന്നുണ്ട്. അയ്യോ വേദനിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് മിണ്ടാതിരിക്കാനായിട്ട് ജിയാങ് വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ ചെങ്ങു എങ്ങനെയൊക്കെയോ കാലും തടവിക്കൊണ്ട് അവിടെ മിണ്ടാതിരിക്കുന്ന ടൈമിലാണ് ജിയാങ്ങിൻ്റെ ഡ്രോയർ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് ഇവൻ കാണുന്നത്. നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കണ്ടതാണ് ജിയാങ് ആണെങ്കിൽ ഷീഷോങ്ങിന് വേണ്ടിയിട്ട് മറ്റേ എസൻസ് എന്ന് പറഞ്ഞ സാധനം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത്. ഈ എസൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പെർഫ്യൂം പോലത്തെ ഒരു സംഭവമാണ്. അതാണെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റിമേറ്റ് ആവണമെന്ന തോന്നലൊക്കെ വരുന്നു, ആ ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ ഇരിക്കുന്നത് ചെങ്ങ് കാണുന്നുണ്ട്. ഇത് ഷീഷോങ്ങിന് വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് ജിയാങ് വാങ്ങിച്ചതാണെന്നുള്ള കാര്യം ചെങ്യുവിന് അറിയാത്തതുകൊണ്ട് തന്നെ ചെങ്ങു വിചാരിക്കുന്നുണ്ട് നീ ആൾ കൊള്ളാമല്ലോ, ഇതൊക്കെ നീ ഉപയോഗിക്കുമല്ലേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് 2-3 ബോട്ടിലുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരെണ്ണം ഇവൻ പോക്കറ്റിലേക്ക് വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഷീഷു അങ്ങ് അവൻ്റെ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. ആ ഒരു ടൈമിന് ചെങ്ങ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചെങ്ങുമായിട്ട് ഒരിക്കൽ ഇൻറ്റിമേറ്റ് ആയതോടെ മതിയായ നമ്മുടെ ഷീഷു അങ്ങ് ചെങ്ങിനെ വീണ്ടും കാണുമ്പോഴത്തേക്കും പതുക്കെ മാറിയിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇന്നും ഞാൻ അമ്മയുടെ അടുത്താണ് നിൽക്കുന്നത്, അമ്മ എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ചെങ്ങിന് കാര്യം അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഷീഷു അങ്ങനെ പിടിച്ചു വെച്ചിട്ട് എങ്കിൽ പിന്നെ ഞാനും കൂടെ വരാം, നമുക്കിന്ന് ഒരുമിച്ച് സ്റ്റേ ചെയ്യാമെന്ന് പറയുമ്പോൾ ഷീഷു അങ്ങ് അത് പറ്റൂല, അമ്മ എങ്ങനെ സംശയിച്ചാലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്നും രാത്രി ജിയാങ്ങിന് വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ ഒരു ടൈമിന് അവനാണെങ്കിൽ ഒരു നിഴൽ കാണുന്നുണ്ട്. സോ അത് ജിയാങ് ആയിരിക്കും എന്ന് കരുതിയിട്ട് ഓടിച്ചെന്ന് ഹഗ് ചെയ്യുന്ന പോലെ പിടിക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിലാണ് അത് ജിയാങ് അല്ല ചെങ്ങാണെന്ന് ഇവന് മനസ്സിലാവുന്നത്. അപ്പോൾ ചെങ്ങാണെങ്കിൽ ചോദിക്കുന്നുണ്ട് 2 ദിവസം എന്നെ അവോയ്ഡ് ചെയ്തത് ഇതുപോലെ ഒന്ന് ഹഗ് ചെയ്യാനാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ്ങാണെങ്കിൽ നീ എന്താ ഇവിടെ, ഇത് നീയായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ എന്ത് പറ്റി, എന്നെ കണ്ടതിൽ സന്തോഷമില്ലേ, നീ വേറെ ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഷീഷോങ് അപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ചെങ്ങാണെങ്കിൽ ഷീഷു അങ്ങനെ അവിടെ തൊട്ടടുത്തുള്ള ബെഡിലേക്ക് കൊണ്ട് കിടത്തുന്നുണ്ട്. ഇൻറ്റിമേറ്റ് ആവാനായിട്ട് തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഷീഷോങ്ങാണെങ്കിൽ വിടടാ പോടാ മാറടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും ഏൽക്കുന്നില്ല. അതേ ടൈമിലാണ് ജിയാങ് ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്നത്. വരുന്ന ടൈമിന് ഓൾറെഡി ഡോർ ഓപ്പണായി കിടക്കായിരുന്നു. അപ്പോൾ അവന് ഡൗട്ടാണ്, ദൈവമേ കള്ളം വല്ലതും കയറിയോ, എൻ്റെ ഹോസ്പിറ്റലിൽ ഏത് കള്ളനാ കയറാൻ ധൈര്യം, അവനെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നൊരു സ്റ്റാൻഡും കൈ പിടിച്ചുകൊണ്ട് ഇവൻ പോകുന്നുണ്ട്. ആ സമയം പേഷ്യൻസ് കിടക്കുന്ന ആ ഒരു ബെഡ്, ആ ബെഡിൽ നിന്ന് എന്തോ സൗണ്ട് വരുന്നത് കേട്ടിട്ട് അവിടെ ഏതോ കള്ളനുണ്ട് എന്ന് കരുതിയിട്ട് ഇവൻ ചെന്നിട്ട് അവിടെ മൂടിയിരിക്കുന്ന ഷീറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാണ്. ജിയാങ് ഷീഷിയോങ്ങിനെയും ചെങ്ങിനെയും കാണുന്നുണ്ട്. ആ ഒരു കാഴ്ച കണ്ടിട്ട് ആളുടെ കിളി തന്നെ പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ ജിയാങ് തന്നെ കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഷീഷിയോങ് അയ്യോ എന്ന് പറഞ്ഞിട്ട് മുഖം മറച്ചു വെക്കുന്നുണ്ട്. ജിയാങ് ആണെങ്കിൽ ആ ഒരു ഷോക്കിൽ അനങ്ങാൻ പോലും പറ്റാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് എങ്ങ് ചോദിക്കുന്നുണ്ട് നീ പോകുന്നില്ലേ, എന്തേ നിനക്ക് ഞങ്ങളോട് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോയെന്ന്. അപ്പോൾ ജിയാങ് ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഷീറ്റ് മൂടിയിട്ടിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇറങ്ങി പോകുന്ന ടൈമിന് ദൈവമേ ഞാനിപ്പോൾ എന്താ കണ്ടേ, എനിക്കെന്താ ഇങ്ങനെ ഭാഗ്യക്കേട്, എപ്പോഴും ഞാൻ ഇത് കാണുവാണല്ലോ എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാൽ ആ ടൈമിലാണ് അവൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്, അല്ല ഷീഷോങ്ങും ചെങ്ങുമല്ലേ ഈ ഇൻറ്റിമേറ്റ് ആവുന്ന ഞാൻ കണ്ടത്, അപ്പോൾ പിന്നെ ഇനി ഞാൻ ചെങ്ങിനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അവർ രണ്ടുപേരും ഓൾറെഡി ഇൻറ്റിമേറ്റ് ആയല്ലോ എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വരാണ്. അടുത്ത് കാണിക്കുന്നത് ഷീഷോങ്ങിനെയാണ്. ഷീഷോങ് ഇപ്പോൾ ഇൻറ്റിമേറ്റ് ആയി കഴിഞ്ഞിട്ട് അവിടെ റൂമിൽ ഇരുന്ന് കരയുവാണ്. കാരണം ജിയാങ് അവരെ രണ്ടുപേരെയും ആ രീതി കണ്ടല്ലോ, അപ്പോൾ താനിനി ജിയാങ്ങിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നോർത്തിട്ട് ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെങ്ങാ സമയം അതെന്തായാലും നന്നായി, നീയാണ് ഇതിൻ്റെ ബാഗ് പാക്ക് ചെയ്യും, നമുക്ക് എൻ്റെ വീട്ടിൽ പോയി താമസിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ് എനിക്കാണെങ്കിൽ ജിയാങ്ങിൻ്റെ അടുത്ത് സംസാരിക്കണം, കുറേ ദിവസമായി അവൻ എന്നെ അവോയ്ഡ് ചെയ്യുന്നു, അവനെ കാണാനായിട്ട് ഞാൻ ശ്രമിച്ചാൽ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ അവൻ നിന്നെ എത്ര ദിവസമായിട്ട് അവോയ്ഡ് ചെയ്യുന്നു എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഒരാഴ്ചയായിട്ട് അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറയാണ്. ആ ടൈമിൽ ഇന്ന് ഏതാ ഡേറ്റ് എന്ന് ചെങ്ങ് നോക്കുന്നുണ്ട്. ആ ഒരു ഡേറ്റ് കാണുമ്പോൾ ചെങ്ങിന് മനസ്സിലാവുന്നുണ്ട്, അതായത് ജിയാങ് മനഃപൂർവ്വം ഒഴുകി മാറി നടന്നതാണ് തൻ്റെ അടുത്തെന്ന്. ആ റീസൺ കൊണ്ട് തന്നെയാണ് ഷീഷോങ്ങിനെയും അവൻ അവോയ്ഡ് ചെയ്തത് എന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവൻ ഷീഷോങ്ങിൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് ഒരു പണി കൊടുക്കാനായിട്ട് ജിയാങ്ങിന് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. മെസ്സേജ് മറ്റൊന്നുമല്ല, ചെങ്ങുവിന് ഓൾറെഡി ഷീഷോങ്ങും ചെങ്ങും തമ്മിൽ ഇൻറ്റിമേറ്റ് ആയ കാര്യം അറിയായിരുന്നു. എന്നിട്ടും ജിയാങ് പേടിച്ചിരിക്കാനായിട്ട് ജിയാങ്ങിൻ്റെ അടുത്ത് സത്യം തുറന്ന് പറഞ്ഞില്ല, ജിയാങ്ങിനെ തൻ്റെ വീട്ടിൽ നിർത്തുകയും ചെയ്തു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഷീഷോങ്ങാണ് മെസ്സേജ് അയച്ചത് എന്നൊരു രീതിയിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇത് വിശ്വസിച്ചിട്ട് രാത്രിയാണെന്ന് പോലും നോക്കാതെ നേരെ ജിയാങ് ചെങ്ങുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് തൻ്റെ അടുത്ത് അവർ രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആയ കാര്യം അറിഞ്ഞിട്ടും അറിയാത്തതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ആ ടൈമിന് ഷെങ്യുവാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യുന്ന ടൈമിന് അവനാണെങ്കിൽ ഷർട്ട് ഇട്ടിട്ടുണ്ട്, എന്നാൽ ബട്ടൺസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കാണുമ്പോഴത്തേക്കും ജിയാങ്ങാണെങ്കിൽ അവനെ ഫുള്ളും നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന്. ചെങ്ങു അപ്പോൾ ഞാനിപ്പോൾ കുളിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ, അല്ല ഈ സമയത്ത് എന്താ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജിയാങ്ങിന് വന്ന കാര്യം ചോദിക്കണമെന്നുണ്ട്. എന്നാൽ ചെങ്ങു ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും അവനെ കൊണ്ട് അങ്ങോട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണ്, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങു പെട്ടെന്ന് അവൻ്റെ കൈ പിടിച്ചിട്ട് അവനെ തൊട്ടടുത്തേക്ക് പിടിച്ച് ചേർത്തിയ ശേഷം നിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് നിൻ്റെ ഒരു സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു എസൻസിൻ്റെ ബോട്ടിൽ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജിയാങ് ആ സമയം നീ എന്തിനാ അതെടുത്തത് എന്ന് ചോദിച്ചിട്ട് അത് തിരിച്ച് വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് പെട്ടെന്ന് ആ ഒരു ബോട്ടിലെ സ്പ്രേ ആണെങ്കിൽ ഇവരുടെ രണ്ടുപേരും മുഖത്തേക്ക് വീഴുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വീഴുന്നത് ജിയാങ്ങിൻ്റെ മുഖത്തേക്കാണ്. പെട്ടെന്ന് ചെങ്ങുവാണെങ്കിൽ സോറി പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു സ്പ്രേ വീണ് കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആവണം എന്നൊരു തോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആവാനായിട്ട് തുടങ്ങാണ്. എന്നാൽ ഇൻറ്റിമേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിന് ജിയാങ് ആണെങ്കിൽ മറ്റൊരു പയ്യൻ്റെ പേര് പറയാണ്, മെങ് ടാവോ എന്നാണ് ആ പയ്യൻ്റെ പേര്.
ജിയാങ് ആണെങ്കിൽ മെങ് നീ അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇൻറ്റിമേറ്റ് ആവുന്ന ടൈമിന് മറ്റൊരു പയ്യൻ്റെ പേര് പറയുന്നതുകൊണ്ട് തന്നെ ചെങ്ങിയുമാണെങ്കിൽ അവനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവുന്ന നിർത്തുന്നുമുണ്ട്. അവൻ ആരെക്കുറിച്ചായിരിക്കും ഈ പറയുന്നത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം രാവിലെ ജിയാങ് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അവനാണെങ്കിൽ ചെങ്ങിയുവിൻ്റെ ഒരു ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. രാത്രി എന്താ സംഭവിച്ചത് എന്നൊന്നും അവനൊരു ഓർമ്മയുമില്ല. നോക്കുന്ന ടൈമിന് തൊട്ടടുത്ത് ഇവന് കുടിക്കാനായിട്ട് ചെങ്ങിയു എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റിക്കി നോട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. നീ ആണെങ്കിൽ രാവിലെ എണീക്കുമ്പോഴത്തേക്കും അതൊക്കെ എടുത്ത് കുടിക്കാനായിട്ട്. അതിനുശേഷം പിന്നീട് ഷീഷോങ്ങിൻ്റെ അമ്മേനെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അവർ വീട്ടിൽ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു ടൈമിനാണ് ചെങ്ങ് അവരെ കാണാനായിട്ട് വരുന്നത്. എന്നാൽ ആ ടൈമിന് തന്നെ അവൻ്റെ അമ്മേനെ കാണുമ്പോൾ അവർക്ക് വയ്യ എന്നൊരു തോട്ട് ഇവന് വരുന്നുണ്ട്. ചോദിക്കുമ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ പെട്ടെന്ന് അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവർക്ക് എന്തോ വയ്യായിക തോന്നുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് അവൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജിയാങ്ങും ഷീഷോങ്ങും സംസാരിക്കുന്നതാണ്. ഇപ്പോൾ എന്തായാലും അവർ രണ്ടും ഇൻറ്റിമേറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ജിയാങ്ങിന് നമ്മുടെ ഷീഷോങ്ങിനെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതുമാത്രമല്ല ജിയാങ് സത്യം തുറന്ന് പറയുന്നുണ്ട്. ചെങ്ങ് തന്നെ ഭീഷണിപ്പെടുത്തിയ കാര്യവും അതേപോലെ തന്നെ താൻ എന്തിനാണ് ഇങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നതെന്നും. അപ്പോൾ ആ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും ഷീഷോങ്ങിന് ദേഷ്യം വരുന്നുണ്ട്. ജിയാങ് അപ്പോൾ നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷീഷോങ് ഇല്ല, അവൻ നിന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ചല്ലേ, എനിക്ക് നിൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഞാനും അവനും ഇൻറ്റിമേറ്റ് ആവാൻ വേണ്ടിയിട്ട് നിന്നെ വന്ന് അവൻ ഭീഷണിപ്പെടുത്തിയില്ലേ, ഇത് ഒരു ബെസ്റ്റ് ടൈമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനാണെങ്കിൽ എന്തുദ്ദേശത്തിലാണ് അവൻ്റെ അടുത്തേക്ക് ആദ്യമായിട്ട് ചെന്നതെന്നും യുമായിട്ടുള്ള റിവെഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് കൂട്ടിയെന്നും ഉള്ള കാര്യങ്ങൾ അവൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞാലോ എന്നാണ്. കാരണം അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവൻ്റെ അടുത്ത് സോറി പറയാൻ പറ്റും. അതേപോലെ തന്നെ അവൻ ഇപ്പം ചെയ്ത പരിപാടിക്ക് അവനും തിരിച്ച് സോറി പറയാം. പ്രശ്നം പെട്ടെന്ന് തന്നെ സോൾവ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ജിയാങ്ങും ശരിയാണ് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ശേഷം അങ്ങ് അല്ല നീ പറഞ്ഞില്ലേ നീ ഇത്രയും ദിവസം ചെങ്ങുവിൻ്റെ വീട്ടിലാണ് നിന്നതെന്ന്, അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജിയാങ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നുന്നില്ല അവൻ എന്നെയാണ് ഇഷ്ടമെന്ന്, കണ്ടിട്ട് അവന് ചെങ്ങിനെയാണ് ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ശീശുവാങ് അപ്പോൾ നീ എന്തൊക്കെയായി പറയുന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജിയാങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ചെങ്ങിന് ഏതൊക്കെ പാമ്പുകളായിരുന്നു ഉണ്ടായിരുന്നത് അതേ എക്സാക്റ്റ് പാമ്പുകളായിരുന്നു ചെങ്ങുവിനും ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ചെങ്ങ് സ്നേഹിച്ചിരുന്ന വാങ് എന്ന് പറയുന്ന പയ്യനുമായിട്ട് ചെങ്ങു ഇൻറ്റിമേറ്റായി. അതറിഞ്ഞ് ചെങ്ങാണെങ്കിൽ വാങ്ങിനെ ഉപേക്ഷിക്കുകയും ചെയ്തതാണ്. പക്ഷേ എന്തുകൊണ്ട് ചെങ്ങുവിന് വാങ്ങിനെ ഇഷ്ടമായിരുന്നെങ്കിൽ വാങ്ങിൻ്റെ പുറകെ പോയില്ല. കാരണം ചെങ്ങുമായിട്ട് അവനിപ്പോൾ റിലേഷനിലല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും സെറ്റാകാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് 7 വർഷമായിട്ടും ഇതുവരെയായിട്ട് ചെങ്ങു പോലും വാങ്ങിനെ അന്വേഷിച്ച് പോയിട്ടില്ല. സോ എനിക്ക് തോന്നുന്നത് ചെങ്ങുവിന് ചെങ്ങിനെയാണ് ശരിക്കും ഇഷ്ടമെന്നാണെന്ന് അവൻ പറയുന്നുണ്ട്. ശീശുവാങ് അപ്പോൾ നീ പറയുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയാങ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചെങ്ങിനും ചെങ്ങുവിനെ ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശീശുവാങ് വിശ്വസിക്കുന്നില്ല. അവൻ പറയുന്നുണ്ട് ചെങ്ങിന് എന്നെയാണ് ഇഷ്ടം, ഞാനും അവനും റിലേഷൻഷിപ്പിലാണ്, എനിക്ക് തോന്നുന്നത് മോൻ ആലോചിച്ച് നിനക്ക് വട്ടായതാണെന്ന്, അതുകൊണ്ട് ദേ ഈ സംഭവം കുടിക്കെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു ഡ്രിങ്ക്സ് ഒക്കെ അവന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ചെങ്ങാണെങ്കിൽ ശീശോങ്ങിൻ്റെ അമ്മേനെ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. കൊണ്ടുവന്നിട്ട് അവർക്ക് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം അവരാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഷീഷോങ്ങാണെങ്കിൽ നന്നായിട്ടാണോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, അവൻ നന്നായിട്ട് തന്നെ ജോലി ചെയ്യുന്നുണ്ടോയെന്നൊക്കെ. ആ സമയം ചെങ്ങാണെങ്കിൽ ചെയ്യുന്നുണ്ട്. ആ കമ്പനിയിലെ ബോസിനും അവന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ബോസ് ഇവൻ തന്നെയാണ്. ആ സമയം അവർ ചോദിക്കുന്നുണ്ട് നീയാണെങ്കിൽ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന്. ആ സമയം അവനാണെങ്കിൽ ഷീഷോങ്ങിനെ ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഷീഷോങ്ങിൻ്റെ അമ്മ എനിക്കാണെങ്കിൽ ഷീഷോങ്ങിനെ കുറിച്ച് ഓർത്ത് ടെൻഷനുണ്ട്. കാരണം അവനാണെങ്കിൽ 3 വർഷമായിട്ട് ഒരു പെൺകുട്ടിയുടെ റിലേഷൻഷിപ്പിലായിരുന്നു. അവരാണെങ്കിൽ കല്യാണം കഴിക്കും അതുവരെയൊക്കെ എത്തിയതാണ്. എന്നാൽ പെട്ടെന്ന് ആ ഒരു പെങ്കൊച്ച് അവനെ ഇട്ടിട്ട് പോയി. ഞാൻ അവൻ്റെ അടുത്ത് റീസൺ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവർ ചേരത്തില്ല അതുകൊണ്ടാണെന്നാണ്. പക്ഷേ ശരിക്കുള്ള റീസൺ എനിക്കറിയാം, നമ്മൾ പാവപ്പെട്ടവരായതുകൊണ്ട് ആ പെങ്കൊച്ച് തന്നെ ഇവനെ ഇട്ടിട്ട് പോയതാണ്. അതിനുശേഷം അവനാണെങ്കിൽ അവളെക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ലാന്ന്. ആ സമയം ചെങ്ങാണെങ്കിൽ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് തന്നെ 3 വർഷമായിട്ട് ഒരു പെൺകുട്ടിയായിട്ട് അവൻ റിലേഷൻഷിപ്പിലായിരുന്നു എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഒരിക്കൽ അവനാണെങ്കിൽ ആ പെൺകുട്ടിയായിട്ടുള്ള ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അത് ഇവിടെ എവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ചാറ്റിലൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ ഒരു ഫോട്ടോ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ചെങ്ങാണെങ്കിൽ ഫോട്ടോയൊന്നും വേണ്ട, പിന്നെ ഈ ഒരു മരുന്നൊക്കെ കഴിക്കാനായിട്ട് മറക്കരുത്, 3 നേരം കഴിക്കാനുള്ള മരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയി കഴിഞ്ഞതും അവർ വീണ്ടും ആലോചിക്കുന്നുണ്ട് ആ ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും നോക്കുന്നുണ്ട്. നോക്കുന്ന ടൈമിന് യുയിയും ഷീഷോങ്ങും ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ജിയാങ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വർക്ക് ചെയ്യുന്നതാണ്. ആ ഒരു ടൈമിന് അങ്ങോട്ടേക്ക് കഴിഞ്ഞ ദിവസം സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ച ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളാണെങ്കിൽ വരുന്നുണ്ട്. അവൾ പോക്കെയായിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചോണ്ടായിരുന്നു വന്നത്. അങ്ങനെ അവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെങ്ങി വരുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഇത്തിരി ടൈം കൊടുക്കാനായിട്ട് അവൾ ആ ഫ്രൂട്ട്സ് ഞാൻ കൊണ്ടുവച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു ടൈമിന് ചെങ്ങിയാണെങ്കിൽ ജിയാങ്ങിൻ്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും ജിയാങ്ങാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. ആ ടൈമിന് ചെങ്ങിയാണെങ്കിൽ നീ എന്താ ബ്ലഷ് ആവുകയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജിയാങ് നിനക്ക് കണ്ണ് കാണാൻ പാടില്ലേ, ഞാനെന്തിനാ ബ്ലഷ് ആവുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് മൈൻഡ് ചെയ്യാത്ത പോലെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ഷീഷിയോങ്ങാണെങ്കിൽ ചെങ്ങ് തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമിന് യുയിയുമായിട്ടുള്ള തൻ്റെ കാര്യം തുറന്നു പറയാൻ
പറയാനായിട്ടുള്ള പ്രാക്ടീസ് അവർ എടുക്കുന്നുണ്ട്. അതായത് ചെങ്ങ് ഇങ്ങനെ ഇരിക്കും പറയാം, താൻ ഇങ്ങനെ ഇരിക്കും എന്ന് പറയാൻ എഴുതിയിട്ട് രണ്ടുപേരുടെ ഭാഗവും ഇവൻ തന്നെ നിന്ന് അഭിനയിക്കുകയാണ്. ഇവൻ തന്നെ ഷീശോങ് ആവുന്നുണ്ട്, ഇവൻ തന്നെ ചെങ്ങ് ആവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഡയലോഗ് പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം സോൾവ് ആക്കിയതുപോലെ ഇവൻ തന്നെ ഇങ്ങനെ സ്വയം പഠിച്ചു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവൻ വന്നോണ്ടേ തന്നെ അഭിനയം തുടങ്ങാം, അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ചെങ്ങ് വരുന്നുണ്ട്. അപ്പോഴേ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നതിൻ്റെ ആ ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങ് വന്നോണ്ടേ തന്നെ ഇവനെ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നത് കാണിച്ച് കൊതിപ്പിക്കുകയാണ്. അങ്ങനെ ഇവൻ ചെന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ചെങ്ങ് ഇവന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെങ്ങിൻ്റെ അമ്മയ്ക്ക് വാങ്ങിച്ച ടൈമിന് ഇവനും കൂടെ വാങ്ങിച്ചാണെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുന്നുണ്ട്. ആ സമയം ഷീശോങ് വിചാരിക്കുന്നുണ്ട്, നിനക്ക് ഇന്ന് തന്നെ ഇതൊക്കെ കൊണ്ട് തരണമായിരുന്നു എന്ന്. എന്തായാലും ഷീശോങ് ആ ഡ്രസ്സ് ഇടുന്നുണ്ട്. ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചെങ്ങ് പറയുന്നുണ്ട്, നിനക്ക് നല്ല ചേരുന്നുണ്ട്, എന്തായാലും എൻ്റെ സെലക്ഷൻ കൊള്ളാമെന്ന്. അതും പറഞ്ഞിട്ട് ഷീശോങ്ങിനെ കയറി പിടിക്കാനൊക്കെ അവൻ ചെല്ലുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഷീശോങ് അവൻ മാറ്റി തടഞ്ഞു നിർത്തിയിട്ട് ഇവൻ്റെ അഭിനയം തുടങ്ങാണ്. അതായത് നീയാണെങ്കിൽ ജിയാങ്ങിനെ ഭീഷണിപ്പെടുത്തിയ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ കരുതി നീയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ കുറച്ചെങ്കിലും ഒന്ന് സമാധാനം കാണിക്കും, വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ നീയാണെങ്കിൽ എന്തിനാണ് അവനെ ഭീഷണിപ്പെടുത്താൻ പോകുന്നതൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ വിചാരിച്ചത് തിരിച്ച് ചെങ്ങാണെങ്കിൽ നീ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും യുടെ കാര്യം തുറന്ന് പറയാനൊക്കെയാണ്. എന്നാൽ അതിനുള്ള അവസരമൊന്നും കിട്ടുന്നില്ല. കാരണം ഇവനെ ദേഷ്യപ്പെടുമ്പോൾ തന്നെ ചെങ്ങാണെങ്കിൽ നീ പറഞ്ഞ ശരിയാണ്, ഐ എം സോ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട് അവൻ്റെ കൈയൊക്കെ പിടിച്ച്. ആ സമയം നമ്മുടെ ശീശോങ് വിചാരിച്ചു പോകുന്നുണ്ട്, പ്ലാൻ പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്, ഞാൻ എങ്ങനെ ഇവൻ്റെ അടുത്ത് യുടെ കാര്യങ്ങൾ തുറന്ന് പറയുമെന്ന്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ഇവർ ഉറങ്ങാനായിട്ട് ഒരുമിച്ച് ബെഡിൽ ഇരിക്കുകയാണ്. ആ ഒരു ടൈമിനും ഷീശോങ്ങിൻ്റെ അടുത്ത് അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ അടുത്ത് ഇപ്പോഴും ദേഷ്യമുണ്ടോ എന്ന്. ആ സമയം ഷീശോങ്, നിനക്കിപ്പോഴും വാങ്ങിനെ ഇഷ്ടമാണോ, നീ അവനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാണ് പെട്ടെന്ന് അവൻ്റെ കാര്യം ചോദിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷീശോങ്, അതുകൊണ്ട് അവനെങ്ങാനും ഒരു ദിവസം തിരിച്ചു വന്നിട്ട് നേരത്തെ ഉണ്ടായതൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കറക്റ്റായിട്ടുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നീയാണെങ്കിൽ അവനെ വീണ്ടും സ്വീകരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സമയം ചെങ്ങാണെങ്കിൽ ഇനി അവൻ എന്തൊക്കെ പറഞ്ഞാലും അവനെൻ്റെ ലൈഫിൽ ഒരു സ്ഥാനമില്ല, കാരണം അവൻ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ആ ടൈമിന് ഷീശോങ്, ഞാനും കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷേ നീ എൻ്റെ അടുത്ത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഷീശോങ്, അതൊക്കെ നീ കാണിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ, അതൊന്നും കള്ളത്തരമായിട്ട് ഞാൻ കൂട്ടത്തില്ല. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിൻ്റെ അപ്പുറത്തേക്കാണ് ഒരാളെന്നെ പറ്റിക്കുന്നതെങ്കിൽ അതിനെ ഞാൻ കള്ളത്തരമായിട്ട് കൂട്ടും. പിന്നെ അയാളുടെ അടുത്ത് ഞാൻ പഴയ ഇതുപോലെ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ഷീശോങ് ശരിക്കും ടെൻഷൻ ആവുന്നുണ്ട്. അത് കണ്ടിട്ട് ചെങ്ങ്, എന്തു പറ്റി, നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും വലിയ കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്ന ടൈമിന് ഷീശോങ് ആണെങ്കിൽ, അത് പിന്നെ ഞാനാണെങ്കിൽ ഫസ്റ്റ് നിൻ്റെ അടുത്തേക്ക് വന്നില്ലേ, അത് ഞാൻ വേറൊരു ഉദ്ദേശമായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. ചെങ്ങാ സമയം എന്തുദ്ദേശം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻ്റെ ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ടിരുന്നത് ബൈ.